ക്വിസ്മങ്സിലേക്ക് സ്വാഗതം. ഈ 52 ചോദ്യങ്ങളിലൂടെ നിങ്ങളുടെ പുരാതന ഈജിപ്തിലെ സാഹസിക യാത്ര ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുരാതന ഈജിപ്തിലെ ഭരണാധികാരി ആരായിരുന്നു? ഒരു പ്രസിഡന്റ്, ഒരു യോദ്ധാവ്, അല്ലെങ്കിൽ ഒരു ഫറവോൻ? ഒരു ഫറവോൻ കിടിലൻ. ഏത് മൃഗത്തെയാണ് ഒരു പ്രത്യേക വിശുദ്ധ വളർത്തുമൃഗമായി കണക്കാക്കിയിരുന്നത്? നായ, കുതിര, അല്ലെങ്കിൽ പൂച്ച? പൂച്ച. അടിപൊളി. ഒരു മമ്മിക്ക് 2 കൈ പൊതികളും 2 കാൽ പൊതികളുമുണ്ട്. ആകെ എത്ര പൊതികൾ? 3, 5 അല്ലെങ്കിൽ 4? 4. കൊള്ളാം. ഈജിപ്തുകാർ ഏത് പ്രത്യേക ചിത്രലിപിയാണ് ഉപയോഗിച്ചിരുന്നത്? ഹൈറോഗ്ലിഫ്സ്, ഇമോജികൾ, അല്ലെങ്കിൽ അക്ഷരമാല? ഹൈറോഗ്ലിഫ്സ്. അടിപൊളി. ഒരു മമ്മിയുടെ പ്രത്യേക അവയവങ്ങൾ വെച്ചിരുന്ന പാത്രങ്ങളെ എന്ത് വിളിച്ചിരുന്നു? നിധിപ്പെട്ടികൾ, കാനോപ്പിക് ഭരണി, അല്ലെങ്കിൽ കുക്കി ഭരണി? ശരിയായ മറുപടി കാനോപ്പിക്. പ്രത്യേക എഴുത്തുകാരും രേഖസൂക്ഷിപ്പുകാരും ആരായിരുന്നു? അധ്യാപകർ, ലൈബ്രറിയന്മാർ, അല്ലെങ്കിൽ എഴുത്തുകാർ? സ്ക്രൈബ്. ശരിയായ മറുപടി എഴുത്തുകാർ, സ്ക്രൈബ്. ഒരു നിർമ്മാതാവ് 10 കട്ടകൾ അടുക്കുന്നു, പക്ഷേ 3 എണ്ണം തെന്നിപ്പോയി. എത്ര എണ്ണം ബാക്കിയുണ്ട്? 7, 13 അല്ലെങ്കിൽ 5? 7. അത് തന്നെ. ഈജിപ്തിന്റെ ജീവനാഡി ഏതായിരുന്നു? നൈൽ നദി, ആമസോൺ നദി, അല്ലെങ്കിൽ വലിയ സമുദ്രം? നൈൽ നദി. നിങ്ങൾക്കത് കിട്ടി. ഏത് പ്രത്യേക വണ്ടാണ് ഭാഗ്യത്തിന്റെ ചിഹ്നമായി കണക്കാക്കിയിരുന്നത്? ലേഡി ബഗ്, സ്കാർബ് വണ്ട്, അല്ലെങ്കിൽ മിന്നാമിനുങ്ങ്? സ്കാർബ് വണ്ട്. നിങ്ങൾക്കത് കിട്ടി. ഏത് ചെടിയാണ് പരത്തി ഒരു തരം കടലാസ് ഉണ്ടാക്കിയിരുന്നത്? മരത്തിന്റെ തൊലി, പാപ്പിറസ്, അല്ലെങ്കിൽ വലിയ ഇലകൾ? ശരിയായ ഉത്തരം പാപ്പിറസ്. ഗ്രേറ്റ് സ്ഫിങ്സിന് ഏത് മൃഗത്തിന്റെ ശരീരമാണുള്ളത്? ഒരു സിംഹം, ഒരു കുതിര, അല്ലെങ്കിൽ ഒരു ഒട്ടകം? ഊഹിച്ചോ, ഇതാണൊരു സിംഹം. ഒരു ഫറവോൻ 10ാം വയസ്സിൽ ഭരണം ആരംഭിക്കുന്നു. 20 വർഷം ഭരിക്കുന്നു. ഇപ്പോൾ പ്രായം എത്ര? 30 വയസ്സ്, 20 വയസ്സ്, അല്ലെങ്കിൽ 10 വയസ്സ്? 30 വയസ്സ്. ശരിയാണ്. ഫറവോന്മാർക്കായി നിർമ്മിച്ച ഭീമാകാരമായ ത്രികോണ ശവകുടീരങ്ങൾ ഏതാണ്? കോട്ടകൾ, അമ്പരചുംബികൾ, അല്ലെങ്കിൽ പിരമിഡുകൾ? പിരമിഡുകൾ. അടിപൊളി. പ്രധാനപ്പെട്ട സൂര്യദേവൻ ആരായിരുന്നു? അനുബീസ്, റാ,
അല്ലെങ്കിൽ ഒസിരീസ്? ശരിയായ ഉത്തരം റാ. വളരെ പ്രശസ്തനായ ഒരു ബാലരാജാവ് ആരായിരുന്നു? ക്ലിയോപാട്ര, റാംസസ് അല്ലെങ്കിൽ തുത്തൻഖാമുൻ? തുത്തൻഖാമുൻ. കൃത്യമായി. ഏത് അവയവമാണ് മമ്മിയുടെ ഉള്ളിൽ അവശേഷിപ്പിച്ചത്? തലച്ചോറ്, ഹൃദയം അല്ലെങ്കിൽ വയറ്? ഹൃദയം. ഗംഭീരം. ഒരു ബോട്ട് 5 മൈൽ പോയി 5 മൈൽ മടങ്ങി വരുന്നു. ആകെ യാത്ര 5 മൈൽ, 0 മൈൽ അല്ലെങ്കിൽ 10 മൈൽ? 10 മൈൽ. അടിപൊളി. ഒരു മമ്മിക്ക് വേണ്ടിയുള്ള മനോഹരമായ കല്ല് ശവപ്പെട്ടി ഏതായിരുന്നു? നിധിപ്പെട്ടി, സാർക്കോഫാഗസ് അല്ലെങ്കിൽ പിരമിഡ് പെട്ടി? അതെ, അതായിരുന്നു സാർക്കോഫാഗസ്. ഫറവോന്റെ വരകളുള്ള ശിരോവസ്ത്രം എന്ത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? കിരീടം, നെമസ് അല്ലെങ്കിൽ തലപ്പാവ്? നെമസ്. കൃത്യം. പര്യവേക്ഷകന് 3 മുറികൾ കണ്ടെത്തുന്നു. ഓരോന്നിലും 4 നിധികൾ. ആകെ നിധികൾ 12 നിധികൾ, 7 നിധികൾ അല്ലെങ്കിൽ 3 നിധികൾ? 12 നിധികൾ. കിടിലൻ. ഫറോവ അവരുടെ താടിയിൽ എന്ത് ധരിക്കാറുണ്ടായിരുന്നു? കൃത്രിമ താടി, സ്വർണമാല അല്ലെങ്കിൽ ചായം പൂശിയ വരകൾ? അതായിരുന്നു കൃത്രിമ താടി. പുരാതന ഈജിപ്തുകാർ ഏത് ബോർഡ് ഗെയിമാണ് കളിച്ചിരുന്നത്? ചെക്കേഴ്സ്, പിരമിഡ് ബ്ലോക്കുകൾ അല്ലെങ്കിൽ സെനറ്റ്? സെനറ്റ്. അടിപൊളി. പിരമിഡിന് 12 കല്ലുകൾ വേണം. 8 എണ്ണം വെച്ചു. ഇനി എത്ര കൂടി വേണം? 4 കല്ലുകൾ, 20 കല്ലുകൾ അല്ലെങ്കിൽ 8 കല്ലുകൾ? ഇതാണ് 4 കല്ലുകൾ. ഫറവോന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സഹായി ആരായിരുന്നു? വിസീർ, കർഷകൻ അല്ലെങ്കിൽ കാവൽക്കാരൻ? വിസീർ. ശരിയാണ്. കുറുക്കന്റെ തലയുള്ള മമ്മികളുടെ ദൈവം ആരായിരുന്നു? ഹോറസ്, അനുബിസ് അല്ലെങ്കിൽ റാ? ഇതാണ് അനുബിസ്. ഒരു മമ്മിയുടെ ഹൃദയത്തിനു മുകളിൽ എന്ത് രക്ഷയാണ് വെച്ചിരുന്നത്? ഏലസ് മാല അല്ലെങ്കിൽ സ്വർണ്ണ നാണയം? ഊഹിച്ചോ, ഇതാണ് ഏലസ്. പുരാതന ഈജിപ്തിലെ തേനീച്ചകൾ ഏത് മധുരപലഹാരമാണ് ഉണ്ടാക്കിയിരുന്നത്? ചോക്ലേറ്റ്, പഞ്ചസാര ക്യൂബുകൾ അല്ലെങ്കിൽ തേൻ? ഉത്തരം തേൻ. ഒരു എഴുത്തുകാരന്റെ കയ്യിൽ 10 ചുരുളുകളുണ്ട്. അവൻ 4 എണ്ണത്തിൽ എഴുതുന്നു. എത്ര എണ്ണം ഒഴിഞ്ഞിരിക്കുന്നു? 10, 4 അല്ലെങ്കിൽ 6? 6. നിങ്ങൾക്കത് കിട്ടി.
ഈജിപ്തുകാർ അവരുടെ കണ്ണുകൾക്ക് ചുറ്റും എന്ത് കറുത്ത മേക്കപ്പാണ് ധരിച്ചിരുന്നത്? ചെളി, ബെറി ജ്യൂസ് അല്ലെങ്കിൽ കോൾ? ശരിയായ മറുപടി കോൾ. ഒരു വളഞ്ഞ കുരിശു പോലെയിരിക്കുന്ന ജീവിതത്തിന്റെ പ്രതീകമെന്തായിരുന്നു? പിരമിഡ് ഡോട്ട് അങ്ക് അല്ലെങ്കിൽ ഹോറസിന്റെ കണ്ണ്? അങ്ക് ശരിയാണ്. നിരവധി ക്ഷേത്രങ്ങൾ പണികഴിപ്പിച്ച പ്രശസ്തയായ വനിതാ ഫറവോ ആരായിരുന്നു? നെഫർട്ടിറ്റി, ഹാറ്റ്ഷെപ്സുട്ട് അല്ലെങ്കിൽ ക്ലിയോപാട്ര? ഹാറ്റ്ഷെപ്സുട്ട്. അടിപൊളി. മൂന്ന് രാജകീയ ബോട്ടുകളിൽ ഓരോന്നിലും 5 തുഴച്ചിൽക്കാരുണ്ട്. ആകെ എത്ര തുഴച്ചിൽക്കാർ? 8, 15 അല്ലെങ്കിൽ 35? അതായിരുന്നു 15. ഏത് ഉയരമുള്ള 4 വശങ്ങളുള്ള കൽത്തൂണാണ് ആകാശത്തേക്ക് വിരൽ ചൂണ്ടിയിരുന്നത്? പ്രതിമ, പിരമിഡ് അല്ലെങ്കിൽ ഒബലിസ്ക്? ഒബലിസ്ക്. നിങ്ങൾക്കത് കിട്ടി. നൈൽ നദിയിലൂടെയുള്ള യാത്ര പ്രയാസകരമാക്കിയത് ഏത് ശബ്ദമുഖരിതമായ പാറക്കെട്ടുകൾ നിറഞ്ഞ റാപ്പിഡുകളാണ്? വെള്ളച്ചാട്ടങ്ങൾ, കാറ്ററാക്റ്റുകൾ അല്ലെങ്കിൽ ചുഴികൾ? കാറ്ററാക്റ്റുകൾ. ഗംഭീരം. തലച്ചോറ് നീക്കം ചെയ്യാൻ എന്ത് നീളമുള്ള കൊളുത്താണ് ഉപയോഗിച്ചിരുന്നത്? ഒരു ലോഹ കൊളുത്ത്, ഒരു മാന്ത്രിക സ്പൂൺ അല്ലെങ്കിൽ ഒരു തൂവൽ ഫാൻ? ഒരു ലോഹ കൊളുത്ത് നേടി. പൂച്ചകളുടെയും സംഗീതത്തിന്റെയും ശക്തിയായ ദേവി ആരായിരുന്നു? ക്ലിയോപാട്ര, നെഫർട്ടിറ്റി അല്ലെങ്കിൽ ബാസ്റ്ററ്റ്? ബാസ്റ്ററ്റ് കൊള്ളാം. മരണാനന്തര ജീവിതത്തിനായുള്ള മന്ത്രങ്ങളുടെ പുസ്തകത്തിന്റെ പേരെന്തായിരുന്നു? പിരമിഡ് ഗ്രന്ഥങ്ങൾ, ഫറവോയുടെ ഡയറി അല്ലെങ്കിൽ മരിച്ചവരുടെ പുസ്തകം? മരിച്ചവരുടെ പുസ്തകം. കൃത്യമായി. മിക്ക ഈജിപ്ഷ്യൻ പുരുഷന്മാരും ധരിച്ചിരുന്ന ലളിതമായ വെള്ള ലിനൻ പാവാട ഏതാണ്? ഷെന്റി ഡോട്ട് ടോഗ അല്ലെങ്കിൽ ട്യൂണിക്? ഷെന്റി കിഡിലൻ. ഏത് കാർഷിക ഉപകരണമാണ് ബക്കറ്റ് ഉപയോഗിച്ച് നൈൽ നദിയിൽ നിന്ന് വെള്ളം കോരിയത്? ജലചക്രം, അരിപ്പ അല്ലെങ്കിൽ ഷാദുഫ്? ഉത്തരം ഷാദുഫ്. ഈജിപ്തിലെ മിക്ക വീടുകളും എന്തുകൊണ്ടാണ് നിർമ്മിച്ചത്? വലിയ കല്ലുകൾ, ചെളിക്കട്ടകൾ അല്ലെങ്കിൽ മരത്തടികൾ? ചെളിക്കട്ടകൾ. അടിപൊളി. ഒരു തൊഴിലാളി 2 കല്ലുകളും 3 എണ്ണം കൂടുതലും ചുമക്കുന്നു. ആകെ എത്ര? 2, 3 അല്ലെങ്കിൽ 5? 5. ഗംഭീരം. ഏത് ഭീമാകാരമായ മരുഭൂമിയാണ് പുരാതന ഈജിപ്തിനെ സംരക്ഷിച്ചത്? ഗോബി, സഹാറ അല്ലെങ്കിൽ ആർട്ടിക്? സഹാറ. അതുതന്നെ. അടുത്ത തവണ കാണാം. കൂടുതൽ കാര്യങ്ങൾക്കായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക.